ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി ഒരു കരാറിൽ ഉക്രൈൻ ഏർപ്പെടണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. റഷ്യ വളരെ വലിയ ഒരു ശക്തിയാണ്, അവർക്ക് മുന്നിൽ ഉക്രൈൻ എന്ന രാജ്യം ഒന്നുമല്ലെന്നും ട്രംപ് പറയുന്നു. അലാസ്കയിൽ പുടിനുമായി നടന്ന ഉച്ചകോടി ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. ഈ ചർച്ചയിൽ വെടിനിർത്തലൊന്നും നടപ്പിലാക്കുന്ന കാര്യത്തിൽ തീരുമാനവുമായില്ല. അതോടെ ഈ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ചുകൊണ്ട് യൂറോപ്യൻ നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ ഉച്ചകോടിയായിരുന്നു വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്നത്. ട്രംപും പുടിനും 3 മണിക്കൂർ നീണ്ട സംഭാഷണം നടത്തുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കൻ സൈന്യം എല്ലാ തലത്തിലും സജ്ജമായിരുന്നു. കൂടിക്കാഴ്ചക്കായി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ പുടിന് മുകളിലായി B-2B ബോംബർ വിമാനം പറന്നിരുന്നു. അമേരിക്കയുടെ സൈനിക ശക്തി റഷ്യയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം പറത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ. വിമാനം ഇറങ്ങിയ പുടിനെ ട്രംപ് സ്വീകരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ബോംബർ വിമാനങ്ങൾ ആകാശത്ത് പറക്കുന്നതും പുടിൻ മുകളിലേക്ക് നോക്കുന്നതും കണ്ടത്. ജൂണിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചതാണ് ഈ B-2B ബോംബറുകൾ. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് പുടിൻ അത് കണ്ട് ഒരു നിമിഷം ഭയന്നുപോയെന്നാണ്. എന്നാൽ ഇത് വ്ളാദിമിർ സെലൻസ്കി അല്ലെന്നും വ്ളാദിമിർ പുടിൻ ആണെന്ന കാര്യം മറക്കരുത് എന്നുമാണ് റഷ്യൻ ആരാധകർ പറയുന്നത്.